ബീയിങ് ഹ്യൂമൻ. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. എന്താണ് മനുഷ്യന്റെ സ്വഭാവം എന്നാണ്, അല്ലേ? റൈറ്റ്? ഹ്യൂമൻ ബീയിങ്, ബീയിങ് ഹ്യൂമൻ. വാട്ട് ഈസ് ഹ്യൂമൻ ബീയിങ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് ആനിമൽ? മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറയൂ. ആർക്കെങ്കിലും പറയണം, ഉടനെ കൈപ്പൊക്ക, ഉറക്കെ പറയാം. ഉറക്കെ പറയണം, എല്ലാവരും കേൾക്കണം, റെക്കോർഡിങ്ങിലും വരണം. ആ, ഹ്യൂമൻ, നമ്മൾ സാധാരണ മനുഷ്യന്മാർ പറയാറുണ്ടല്ലോ, അല്ലേ? ഉണ്ടോ? മനുഷ്യനും മൃഗവും എന്നുള്ള രണ്ട് വാക്കുണ്ട്, അറിയോ? അല്ലേ? മനുഷ്യനും മൃഗം എന്ന് പറയും. അങ്ങനെ ചില മൃഗങ്ങളുണ്ട്. മനുഷ്യരൂപേണ മൃഗശ്ചരന്തി എന്നാണ് പറയാം. മനുഷ്യന്റെ രൂപത്തിൽ പോകുന്ന മൃഗാന്നത്. യു അണ്ടർസ്റ്റുഡ്? സോ ദർ ഈസ് എ കാറ്റഗറൈസേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് ആനിമൽസ്. മനുഷ്യനും ഒരു ആനിമലാണെന്നൊക്കെ പറയാം. പക്ഷെ ഭാരതീയ സംസ്കാര പ്രകാരം വി ആർ നോട്ട് ഇൻ വെസ്റ്റ് നൗ, വി ആർ ഇൻ ഇന്ത്യ. അതുകൊണ്ടാണ് സാർ എന്നൊക്കെ പറയുമ്പോൾ വേണ്ടാന്ന് ഞാൻ പറയുന്നത്. സാർ, മാഡം ഒക്കെ വിളിച്ചിട്ടുണ്ട്. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ക്യാമ്പൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ആരായിരുന്നു ക്ലാസ് എടുത്തത്? ഏതോ വെളുത്ത താടിയൊക്കെ ഉള്ള ഒരു സാറ്. 14 years പഠിച്ചു സ്കൂളിൽ. കിലോഗ്രാം മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവും. പ്രിൻസിപ്പളുടെ പേരെന്ന് വെച്ചാൽ മാഡം. പേരറിയില്ല. നെയിം ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്താ വ്യത്യാസം? നശിപ്പിക്കുന്നതൊക്കെ പറയാൻ പറ്റും. ഇതൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യന്മാരാണ്. ആ, ഇതിനേക്കാളും ബുദ്ധിയുള്ള കുറെ ജീവികളുണ്ട്. ആനയ്ക്കൊക്കെ എന്ത് ബുദ്ധി അറിയോ? വൺ ബേസിക് ഡിഫറൻസ് ഈസ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യന്മാർക്ക് സ്പിരിച്വൽ, അതൊക്കെ കുറച്ചും കൂടി ഹയർ ലെവലാണ്. സ്പിരിച്വൽ അല്ലാത്ത കുറെ ബീയിങ്സ് ഉണ്ട്. അയ്യോ, അതിനേക്കാളും ചിരിക്കുന്ന കുറെ ജീവികളുണ്ട്. ആ, സംസാരിക്കാൻ എല്ലാ ജീവികൾക്കും ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ സംസാരിക്കാം. കടലിനടിയിലുള്ള മീനുകളൊക്കെ അതിന്റെ മക്കളോട് സംസാരിക്കുന്ന കിലോമീറ്റേഴ്സ് ദേ കമ്മ്യൂണിക്കേറ്റ് ത്രൂ എ ഡിഫറെന്റ് ഫ്രീക്വൻസി. ഹൈലി ലോജിക്കലാണ്. ഒരു പട്ടി വീട്ടിൽ വളർത്തിയാല് അതിന്റെ മാസ്റ്റർ ആണോ വരുന്നത്, കള്ളനാണോ വരുന്നത് എന്നൊക്കെ കറക്റ്റായിട്ട് ചിന്തിക്കാൻ പട്ടിക്ക് പറ്റും. നമുക്ക് പോലും പറ്റില്ല. മുമ്പിലിരിക്കുന്ന വിരോധിയാണോ ഫ്രണ്ടാണോ നമുക്കൊന്നും മനസ്സിലാവില്ല. അതിന്റെ ലോജിക്ക് ഹയറാണ്. ഇതൊന്നും അല്ല കാരണം. യു ഹാവ് സീൻ ആൻഡ്സ്. ഒരു ആൻഡ്, ഒരു 10 ആൻഡ്. ഞാൻ ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കണം? 10th. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോൾ ഞാൻ കൊടുത്തൊരു ലെക്ചറിന്റെ പേരെന്താ അറിയോ? ആൻഡ് ഈസ് ഹൈലി സോഷ്യൽ ദാൻ ഹ്യൂമൻ ബീയിങ്. ഒരു കുറേ ഉറുമ്പുകൾ പോകണ്ടെന്ന് വിചാരിക്കും. അതിലൊരു ഉറുമ്പിനെ നിങ്ങൾ എടുത്ത് മാറ്റിയാൽ തപ്പി നോക്കും എൻ്റെ കൂട്ടുകാരൻ ഇവിടെ പോയിരിക്കുന്നത്. അത് തിരിച്ചു വെക്കുന്നത് വരെ അതിങ്ങനെ തപ്പി നോക്കിക്കൊണ്ടിരിക്കും. അത്രയും സോഷ്യലാണ്. കുറേ അത്തരം പട്ടികളെ കണ്ടിട്ടില്ലേ? ഒരു പട്ടി കുരക്കണതിനെ ബാക്കിയുള്ള പട്ടികളെ വിളിക്കാനാണ്. ഏതോ അപകടം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കുരക്കും, എല്ലാ പട്ടികളും കൂടെ വരും. അവരാ നമ്മളെക്കാളും സോഷ്യൽ. നമ്മളങ്ങനെ കണ്ട അപ്പോൾ ഓടും. സോഷ്യൽ ബീയിങ് എന്നാണ് നമ്മുടെ പേര്. വേറൊരു പേരെന്താണ്? സോഷ്യൽ ബീയിങ്. ബീയിങ് സോഷ്യൽ. ഇപ്പൊ കണ്ടില്ലേ ബീയിങ് സോഷ്യൽ? അവിടെ നിന്നു. ഇവിടെ നിന്ന് കയറി അങ്ങോട്ട് വരാനുള്ള ആ സോഷ്യൽ എബിലിറ്റി ഇല്ല. ആരോടെങ്കിലും ഉടനെ കയറി ചോദിക്കാനുള്ള കഴിവിനെയാണ് സോഷ്യൽ ബീയിങ് എന്ന് പറയുന്നത്. ഇതൊന്നും അല്ല കാരണം. നിങ്ങളൊക്കെ മനുഷ്യന്മാരായതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നത് എന്തിനാ? അങ്ങനെ ഒരു പട്ടികളും കുറേ സഞ്ചരിച്ച് വേറൊരു പട്ടിയുടെ ക്ലാസ് കേൾക്കാൻ പോകാറില്ല. യു അണ്ടർസ്റ്റുഡ്?